ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1949 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി. 1924 ഓഗസ്റ്റ് 7 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മരിച്ചതിനെ തുടർന്ന് തൻ്റെ 12ാം വയസ്സിലാണ് അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ മഹാരാജാവായത്. പ്രായപൂർത്തിയാവാത്തതിനാൽ തന്നെ മാതൃസഹോദരിയായ സേതുലക്ഷ്മിബായിയുടെ റീജൻസിക്ക് കീഴിലാണ് അദ്ദേഹം ഭരണം നിർവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പല തലങ്ങളിലുള്ള പുരോഗതി തിരുവിതാംകൂർ കൈവരിക്കുകയുണ്ടായി. 1936 പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പിലാക്കുകയും 1937 തിരുവിതാംകൂർ സർവകലാശാല, ഇപ്പോഴത്തെ കേരള സർവകലാശാല സ്ഥാപിക്കുകയും ചെയ്തു. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിൻ്റെ വരുമാനത്തിലെ 40% വിദ്യാഭ്യാസത്തിനായി നീക്കിവച്ചിരുന്നുവെന്നത് ശ്രദ്ധേയമായ ഒന്നാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, തിരുവിതാംകൂർ പൊതുഗതാഗത വകുപ്പിനെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പുനർനാമകരണം ചെയ്യുകയും പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ എന്നിവയും അദ്ദേഹം സ്ഥാപിച്ചു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയപ്പോൾ ശ്രീ ചിത്തിര തിരുനാൾ തൻ്റെ പ്രദേശം ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിർത്തുന്നതിനായി ആഗ്രഹിച്ചു. ഇത് ഇന്ത്യൻ സർക്കാരിന് സ്വീകാര്യമല്ലാത്തതിനാൽ തന്നെ മഹാരാജാവും ഇന്ത്യൻ പ്രതിനിധികളും തമ്മിൽ നിരവധി ചർച്ചകൾ നടന്നു. ഒടുവിൽ 1949 ഒരു കരാറിലെത്തി. ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി ഔദ്യോഗികമായി ലയിപ്പിക്കുവാൻ സമ്മതിച്ചു. 1949 തിരുവിതാംകൂർ കൊച്ചിയുമായി ഒന്നിച്ചു. ശ്രീ ചിത്തിര തിരുനാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൽ ഒരു ഓണർ മേജർ ജനറലും തിരുവിതാംകൂർ സൈന്യത്തിൻ്റെയും തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാന സേനയുടെയും കേണൽ ഇൻ ചീഫും സുപ്രീം കമാൻഡറുമായിരുന്നു. തൻ്റെ 78ാം വയസ്സിൽ പക്ഷാഘാതത്തെ തുടർന്ന് 9 ദിവസത്തിലേക്ക് കോമയിലേക്കാവുകയും 1991 ജൂലൈ 20 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു.